ഇസ്രായേൽ ഇറാൻ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇറാൻ ഇസ്രായേലിലേക്ക് 100-ലധികം മിസൈലുകൾ അയച്ച് ആക്രമണം നടത്തിയിരിക്കുന്നു. സകല ആളുകളും തിരിച്ചറിയുക, ഈ ഒരു മിസൈൽ ഇറാൻ അയക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് തന്നെ ഇസ്രായേലിലെ സകല ജനങ്ങളോടും സുരക്ഷിതമായിട്ടുള്ള ഷെൽട്ടറുകളിലേക്ക് മാറാൻ കൃത്യമായിട്ട് ഇസ്രായേൽ സന്ദേശം കൊടുത്തിട്ടുണ്ട്. ഇസ്രായേലിലെ ഭൂരിപക്ഷം ജനങ്ങളും സുരക്ഷിതമാണ് എന്നുള്ളത് വ്യക്തമായിട്ട് തന്നെ വാർത്തകൾ വരുന്നുണ്ട്. ഈ ഇറാൻ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആളപായങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിശദ വിവരങ്ങൾ പുറത്തു വന്നിട്ടുമില്ല. സകല ആളുകളും ഗൗരവത്തിൽ തന്നെ തിരിച്ചറിഞ്ഞോളൂ. ഇസ്രായേൽ കൃത്യമായിട്ട് ഇറാൻ ഈ ഒരു ആക്രമണം നടത്തുന്നതിൻ്റെ തൊട്ടുമുമ്പായിട്ട് ഇസ്രായേലിലെ സകല ജനങ്ങളോടും സുരക്ഷിതമായിട്ടുള്ള ഷെൽട്ടറുകളിലേക്ക് മാറാൻ കൃത്യമായിട്ട് ഇസ്രായേൽ ജനതക്ക് സന്ദേശം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ബഹുഭൂരിപക്ഷം ഇസ്രായേലി ജനതയും സേഫായിട്ട് ഷെൽട്ടറുകളിൽ തന്നെയാണ് എന്നുള്ളതാണ് ഈ മണിക്കൂറുകളിൽ നമുക്ക് വ്യക്തമായിട്ട് തിരിച്ചറിയാൻ സാധിക്കുന്നത്. ഇറാൻ ഇപ്പോൾ ആർക്ക് വേണ്ടിയാ ആക്രമണം നടത്തിയിട്ടുള്ളത്? ഈ ഒരു ആക്രമണം നടക്കുന്നതിൻ്റെ തൊട്ടു മുമ്പായിട്ട് തന്നെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമൈനി ഒളിവിൽ പോയിട്ടുണ്ട്. സകലരുടെ ജീവനും ഒരു പ്രശ്നവുമില്ലാതെ സ്വന്തം തടി രക്ഷ നേടുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ആക്രമണത്തിൻ്റെ തൊട്ടു മുമ്പേ തന്നെ ആയത്തുള്ള അലി ഖൊമൈനി ഒളിവിൽ, അതായത് സുരക്ഷിതമായിട്ട് മാറിയിട്ടുണ്ട്. ഈ ഇറാന് വ്യക്തമായിട്ടറിയാം ഇനി ഇസ്രായേൽ തിരിച്ചടിക്കുമെന്നുള്ളത്. ആ തിരിച്ചടിക്കുന്നതിന് മുമ്പ് തന്നെ ഇറാൻ ജനതയെ അവിടെ ഇട്ടിട്ട് ഇറാന്റെ പരമോന്നത നേതാവൊക്കെ നിലവിൽ ഒളിവിൽ പോയിട്ടുണ്ട് എന്നുള്ളതും കൃത്യമായിട്ട് വാർത്തകൾ വരുന്നുണ്ട്. ഇറാൻ ഇതുപോലെയുള്ളൊരു ആക്രമണം ആർക്ക് വേണ്ടിയാണ് നടത്തിയിട്ടുള്ളത്? നമുക്കറിയാം, ഇറാന്റെ പുതിയ പ്രസിഡന്റായിട്ട്, അതായത് മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടു. അതിനുശേഷം ഇറാന്റെ പുതിയ പ്രസിഡന്റായിട്ട് സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് 1000-ലധികം സാധാരണക്കാരെ കൊല ചെയ്തിട്ടുള്ള ഹമാസ് എന്ന ഭീകര സംഘടനയുടെ മേധാവി ഇസ്മായിൽ ഖനിയയെ ഇറാന്റെ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് വിളിച്ചു. ആ ഇസ്മായിൽ ഖനിയെ കൊല്ലപ്പെട്ടതിന് അതേപോലെ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഹിസ്ബുള്ള എന്ന ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഭീകര സംഘടനയാ, ആ സംഘടനയുടെ മേധാവിക്കൊപ്പം ഇറാന്റെ IRGCയുടെ ഉപമേധാവി കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇറാനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട സൈനിക ഗ്രൂപ്പായി IRGC. അതിൻ്റെ ഉപമേധാവിയും ഡെപ്യൂട്ടി മേധാവി കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ ഭാഗമാണ്, അതായത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഭീകര സംഘടനക്കൊപ്പം വലിയ മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുത്ത സമയത്ത് ഈ IRGCയുടെ സൈനിക മേധാവി കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഭീകരന്മാർക്ക് വേണ്ടിയിട്ട് ഇറാൻ ഇസ്രായേലിലേക്ക് 100-ലധികം മിസൈലുകളാ ആക്രമണം നടത്തിയിട്ടുള്ളത്. ഇതിനു മറുപടിയായിട്ട് ഇസ്രായേൽ ശക്തമായിട്ട് രംഗത്ത് വരുമെന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട. നമ്മുടെ കേരളത്തിലെ സുഡുകളുടെയും ജിഹാദികളുടെയും തീവ്ര ചിന്താഗതിക്കാരുടെയൊക്കെ സോഷ്യൽ മീഡിയകളിൽ ഇപ്പോൾ വലിയ ആവേശം തുടങ്ങിയിട്ടുണ്ട്. ഒക്ടോബർ 7 ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയ അന്നത്തെ ദിവസം നമ്മുടെ കേരളത്തിലെ ആരൊക്കെ ആഘോഷിച്ചിരുന്നോ അതേ ആളുകൾ ഇപ്പോൾ ഒരു മനുഷ്യത്വത്തെക്കുറിച്ചും ഒരു സാധാരണക്കാരനെ കുറിച്ചും ഒരു വേദനയുമില്ലാതെ രംഗത്തെത്തിയിട്ട് ഇറാന് പിന്തുണയും വലിയ ആവേശവും ആഘോഷവും സോഷ്യൽ മീഡിയയിൽ കേരളത്തിലെ ജിഹാദികളും തീവ്ര ചിന്താഗതിക്കാരും മൗദൂദികളും സുഡുകളും ഇതിനോടകം തന്നെ തുടങ്ങിയിരിക്കുന്നു. ഇത്തരം സകല ആളുകളോടും പറയാനുള്ളത്, നിങ്ങളുടെ ആഘോഷങ്ങളൊക്കെ വെറും മണിക്കൂറുകൾ കൊണ്ട് അവസാനിക്കുമെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോളൂ. ഇസ്രായേൽ ശക്തമായിട്ട് തന്നെ ഇറാനെ വലിയ രീതിയിൽ അടിക്കുമെന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. ഇസ്രായേലിനെ അറിയാവുന്ന ഏതൊരാൾക്കും ലളിതമായിട്ട് ചിന്തിച്ചാൽ മതി, ഇറാൻ അവരുടെ കുഴിവെട്ടിയതുപോലെയുള്ള ഒരു പണിയായിപ്പോ ഇറാൻ ചെയ്തു വെച്ചത്.
ഇറാൻ ചാരമാവാൻ പോകുന്നു. ഇറാൻ നൂറ്റാണ്ടുകൾ പിറകിലോട്ട്. ആ ഇറാൻ ജനതയെ മതഭരണത്തിൽ നിന്ന് പോലും ഇനി രക്ഷ നേടാനുള്ളൊരു അവസരം ഇറാൻ തന്നെ ഇറാൻ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു. നമുക്കറിയാം, ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാൻ ജനതയോട് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ സ്വതന്ത്രരാവാൻ തയ്യാറായിക്കോളൂ എന്ന് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ സന്ദേശം ഇറക്കിയിരുന്നു. ആ ഒരു വീഡിയോ സന്ദേശത്തിൽ നിന്ന് ഇറാൻ ജനത സ്വതന്ത്രരാവാൻ തയ്യാറായിക്കോളൂ എന്ന് ഇസ്രായേൽ കൃത്യമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്വതന്ത്രമാവാൻ ഇറാൻ ജനതക്കൊരു, അല്ലെങ്കിൽ ആ ഇറാൻ ഒരു അവസരം, ഇസ്രായേലിനൊരു അവസരം ഇറാൻ ഭരണാധികാരികൾ തന്നെ എത്തിച്ചു കൊടുത്തിരിക്കുന്നു. ഇസ്രായേലിന് ഈ ആക്രമണം നടത്തിയതിന് ശക്തമായിട്ട് ഇറാന് നേരെ ആക്രമണം നടത്തൂ. ഇസ്രായേൽ ഇതുവരെ, നിങ്ങളൊന്ന് ആലോചിക്കണം, ഇസ്രായേൽ ഈ സമയം വരെ ഇറാനു നേരെ ഒരു ആക്രമണവും നടത്തിയിട്ടില്ല. ഇസ്രായേലിൻ്റെ ഓരോ ആക്രമണങ്ങളും നിങ്ങൾ എടുത്തു നോക്കൂ. ഒക്ടോബർ 7 ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തി. അതിൻ്റെ തൊട്ടു പിന്നാലെ അവരുടെ പാലസ്തീനും അവരുടെ ഗാസയും അവരുടെ ഹമാസും ഇപ്പോൾ ഏത് ഗതികെട്ട അവസ്ഥയിലെത്തി എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അതേപോലെ ഹിസ്ബുള്ള കയറി ചൊറിയാൻ നിന്നു. ഹിസ്ബുള്ളക്ക് ഇപ്പം മേധാവി പോലും ഇല്ലാത്ത ഗതികെട്ട അവസ്ഥയിലെത്തി. പ്രധാനപ്പെട്ട യൂണിറ്റുകളുടെ പ്രധാനപ്പെട്ട മേധാവികളൊക്കെ തന്നെ ഹിസ്ബുള്ളക്ക് ഇന്ന് ഇല്ല. അത്തരം ഗതികെട്ട അവസ്ഥയിൽ ഹിസ്ബുള്ള എത്തിയിട്ടുണ്ട്. ഹൂത്തികളുടെ അവസ്ഥ എന്താ? ഹൂത്തികൾ ഇസ്രായേലിനെ ചൊറിഞ്ഞു. അതിനുശേഷം ഹൂത്തികളുടെ യമനിലെ പ്രധാനപ്പെട്ട ഹുദൈദ തുറമുഖം ഇസ്രായേലി സൈന്യം തകർത്ത് തരിപ്പണമാക്കി. ഇപ്പം ഇറാനും ചൊറിഞ്ഞിരിക്കുന്നു. ഇറാൻ ചൊറിഞ്ഞതിന് ഇറാൻ അധികം വൈകാതെ തന്നെ ശക്തമായ തിരിച്ചടിയേൽക്കുമെന്നുള്ളതിൽ ഒരു തർക്കവും ഒരാൾക്കും തന്നെ വേണ്ട. സകല ആളുകളും കാത്തിരുന്നോളൂ. ഇസ്രായേലി സൈന്യം ഇറാന് നേരെ വലിയ ആക്രമണങ്ങൾ തന്നെ നടത്തും. നമുക്ക് ഇറാൻ ഈ ഒരു ആക്രമണം നടത്തിയതിൽ വളരെ വളരെ പ്രതീക്ഷ എന്ന് പറയുന്നത്, ഇസ്രായേൽ കൃത്യമായിട്ട് ഈ ഒരു ആക്രമണത്തിൻ്റെ തൊട്ടു മുമ്പ് തന്നെ ഇസ്രായേലിലെ ജനതയോട് കൃത്യമായിട്ടൊരു സന്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പരമാവധി, അതായത് സേഫായിട്ടുള്ള ഷെൽട്ടറുകളിലേക്ക് മാറണം എന്നുള്ളത്. ആ ഷെൽട്ടറുകളിലേക്ക് ഇസ്രായേലി ജനത വലിയ രീതിയിൽ തന്നെ മാറിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ തന്നെ വളരെ വലിയ പ്രതീക്ഷ നൽകുന്നൊരു വാർത്ത തന്നെയാണ്. ഇസ്രായേലിലെ ഭൂരിപക്ഷം ജനതയും വളരെ സുരക്ഷിതമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇറാനിന് ചാരമാവുന്ന, ഇറാനിന് നൂറ്റാണ്ടുകൾ പിറകോട്ട് പോകുന്ന ഗതികെട്ട അവസ്ഥയിലേക്ക് അധികം വൈകാതെ തന്നെ എത്തും. ഇറാൻ ഇസ്രായേലിനെയാണ് ചൊറിഞ്ഞിട്ടുള്ളത്. ഇതിനു മറുപടിക്ക് മണിക്കൂറുകൾ മാത്രം കാത്തിരുന്നാൽ മതി എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.